ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നൊരു വെഡ്ഡിങ് ഗസ്റ്റ് മേക്കപ്പ് ലുക്കായിട്ടാണ് വന്നത്. ഞാൻ എന്താ വോയിസ് ഓവർ എടുക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ഓൺ വോയിസ് കൊടുത്തതാണ്. പക്ഷേ ഞാൻ അപ്ലോഡ് ചെയ്തപ്പോൾ കോപ്പിറൈറ്റും കാര്യങ്ങളും വന്നു. ആ കോപ്പിറൈറ്റ് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ റൂമിൻ്റെ ഉള്ളിൽ നിന്നാണ് വീഡിയോ എടുത്തത്. അപ്പോൾ പുറത്തുനിന്ന് ഇത്താത്തൻ്റെ മക്കളൊക്കെ റീൽസൊക്കെ കാണുന്നുണ്ടായിരുന്നു. ആ ഒരു വോയിസും കൂടി ആ ഒരു മ്യൂസിക്കും കാര്യങ്ങളും കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് കോപ്പിറൈറ്റും കാര്യങ്ങളും വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കഷ്ടപ്പെട്ട് ചെയ്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാതിരിക്കാൻ കഴിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീണ്ടും വോയിസ് ഓവർ എടുത്തിട്ട് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ സബ്ജക്റ്റ് ഒരു വെഡ്ഡിങ് ഗസ്റ്റ് മേക്കപ്പ് ലുക്കാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ മുഖമൊക്കെ നല്ലപോലെ കഴുകി വന്നിട്ടുണ്ട്. പിന്നീട് ഒരു റോസ് വാട്ടർ അടിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ റോസ് വാട്ടർ എന്തിനാണ് അടിച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു ഫ്രഷ് ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കത് ഉണങ്ങാൻ വെക്കണം. ഉണങ്ങിയിട്ടില്ലെങ്കിൽ നമ്മൾ കൈനെ കൊണ്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക എന്നല്ല, നല്ലപോലെ ഒന്ന് ഒപ്പിയെടുക്കാം നമുക്കത്. അതിന് ശേഷം റോസ് വാട്ടറിന് ശേഷം നമുക്കൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ ഞാൻ പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് എടുത്തത്. ആക്ച്വലി ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ക്യാമറയിലല്ല നോക്കുന്നത്, ഞാൻ എന്നെ തന്നെ നോക്കിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ ചെറിയൊരു പ്രശ്നവും കാര്യങ്ങളുണ്ട്. പിന്നെ നിങ്ങളെ സ്കിൻ ടൈപ്പ് ഏതാണെന്നനുസരിച്ച് അതിനനുസരിച്ചിട്ടുള്ള മോയ്സ്ചറൈസറും ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ എടുക്കണം. എന്നാലാണ് നമുക്ക് കുറച്ചും കൂടി ഇട്ടിട്ടാകുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു മാറ്റങ്ങൾ നമുക്ക് മുഖത്ത് കാണാൻ പറ്റും. ഈ പോൺസിൻ്റെ മോയ്സ്ചറൈസർ ഒരുവിധ ആൾക്കാർക്കൊക്കെ സൂട്ടായിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്. അഫോർഡബിൾ റേറ്റും നല്ല ക്വാളിറ്റിയുള്ള ഒരു മോയ്സ്ചറൈസറാണ്. പിന്നെയെന്ന് വെച്ചാൽ നമുക്കത് സ്പോഞ്ച് വെച്ചിട്ട് ഡാബ് ചെയ്ത് കൊടുക്കണമെന്നില്ല, നമ്മളെ കൈ കൊണ്ട് തന്നെ നമുക്ക് നല്ലപോലെ ഒപ്പിയെടുക്കാം. പിന്നെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ എവിടെയെങ്കിലും അർജൻറ്റായിട്ട് പോകുന്നുണ്ടെങ്കിൽ മോയ്സ്ചറൈസർ, സൺസ്ക്രീന്, ഫൗണ്ടേഷൻ മൊത്തത്തിൽ മിക്സ് ആക്കിയിട്ട് മുഖത്ത് അങ്ങനെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാറാണ് പതിവ്. പിന്നെയെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓരോന്ന് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നമ്മളെ മോയ്സ്ചറൈസ് നമുക്ക് കുറച്ച് സമയം ഉണങ്ങാൻ വെക്കാം. ആ ഉണങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റു കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. ഇനി ഞാൻ അടുത്തതായിട്ട് ലിപ് ബാമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇത് ഡോട്ട് ആൻഡ് കീൻ്റെ ഒരു ലിപ് ബാമാണ്. എനിക്ക് തീരെ ഇഷ്ടമല്ല. പിന്നെയെന്ന് വെച്ചാൽ എൻ്റെ കൈമേൽ വേറെ ലിപ് ബാമും കാര്യങ്ങളും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു ലിപ് ബാമിനോട് എനിക്ക് തീരെ താല്പര്യമില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ലിപ് ബാമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമ്മളെ ചുണ്ടിലിട്ടെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ല. ഈ ഒരു ലിപ് ബാം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് എനിക്ക് ചുണ്ടിൽ ഇട്ടാൽ തന്നെ വല്ലാത്തൊരു ഫീലിംഗാണ്. അതൊക്കെ പോട്ടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ഒരു സൺസ്ക്രീൻ എന്ന് വെച്ചാൽ SPF 54+ ഉള്ള ഒരു സൺസ്ക്രീനാണ്. ഞാനും അനിയനും കൂടി പുറത്ത് പോയപ്പോൾ അവിടുത്തെ കടയിലെ ആൾ നമ്മളോട് നിർബന്ധിച്ച് വാങ്ങിപ്പിച്ചതാണ്. പക്ഷേ അടിപൊളിയായിട്ട് നല്ലൊരു വെയിറ്റ് കാസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ മുഖത്തിലിട്ടിരുന്ന് പോലും അങ്ങനെ അറിയത്തൊന്നുമില്ല. പിന്നെയെന്ന് വെച്ചാൽ ഇതിട്ടാൽ തന്നെ ചെറിയൊരു ഗ്ലോവും കാര്യങ്ങളും ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മൊത്തത്തിൽ ബ്ലെൻഡായിനൊന്ന് നോക്കാം. ഞാൻ വീട്ടിൽ നിന്നും അങ്ങനെ സ്കിൻ കെയറും കാര്യങ്ങളൊന്നും ചെയ്യുന്ന ആളല്ല. പക്ഷേ എവിടേക്കെങ്കിലും പോകുമ്പോൾ അത്യാവശ്യം മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ എൻ്റെ മേക്കപ്പും കാര്യങ്ങളും കണ്ടിട്ട് എല്ലാവരും പറയാറ് എത്ര പാടാ പൊട്ടിയൊക്കെ ഇട്ടിട്ട് വന്ന്. ഞാൻ അങ്ങനെ പൊട്ടിയും കാര്യങ്ങളൊന്നും ഇടില്ല. ഇങ്ങനെ കല്യാണം മറ്റ് ഫങ്ഷനിൽ പോകുമ്പോഴാണ് ഇങ്ങനെ മേക്കപ്പും കാര്യങ്ങളും ഇടാറ്. അല്ലെങ്കിൽ ഞാൻ സൺസ്ക്രീന് മാത്രമേ അപ്ലൈ ചെയ്യാറുള്ളൂ. പിന്നെ അതിനുശേഷം നമുക്ക് 2 പുരുക ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം. പെൻസിൽ വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ഫിൽ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഒരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. ഈ ഒരു ഫൗണ്ടേഷൻ എന്ന് വെച്ചാൽ ഞാൻ കുറേ റിവ്യൂവും കാര്യങ്ങളും കണ്ട് വാങ്ങിച്ചതാണ്. പക്ഷേ എന്ന് വെച്ചാൽ എനിക്കങ്ങനെ ഫൗണ്ടേഷൻ നമ്മളെ സ്കിൻ ടോണിനനുസരിച്ചിട്ട് വാങ്ങാനൊന്നും എനിക്കറിയില്ല. ഞാൻ റിവ്യൂവും കാര്യങ്ങളും കണ്ട് വാങ്ങിച്ചതാണ്. പക്ഷേ ഈ ഒരു ഷെയ്ഡ് എന്ന് വെച്ചാൽ എൻ്റെ ഷെയ്ഡിലുള്ള ഫൗണ്ടേഷനേ അല്ല. പിന്നെയെന്ന് വെച്ചാൽ ഇപ്പോൾ അപ്ലൈ ചെയ്ത് ഏകദേശം എൻ്റെ ഒരു സ്കിൻ ടോണായിട്ട് മാച്ചായിട്ട് വരുന്നുണ്ട്. നമുക്ക് നല്ലപോലെ ടാബ് ചെയ്ത് കൊടുക്കാം. ഞാൻ സ്പോഞ്ചും കാര്യങ്ങളും വെച്ചിട്ടല്ല ടാബ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ എന്തും ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ കൈ കൊണ്ടാണ് ചെയ്യാറ്. ഇനി നല്ലപോലെ ടാബ് ചെയ്ത് കൊടുത്തതിന് ശേഷം എനിക്ക് ആ വോയിസ് ഓവർ കൊടുത്തിട്ട് എല്ലാം ഞാൻ നല്ലപോലെ അപ്ലൈ ചെയ്തതാണ്. ഇത്ര ഒരു പണി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. അപ്പോൾ നല്ലപോലെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമുക്ക് എല്ലാം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഓയിലി ഫീലെങ്കിൽ എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ നല്ലപോലെ ഒരു എന്തിട്ട് കഴിഞ്ഞാലും ഒലിച്ചിറങ്ങുന്നത് പോലെ ഉണ്ടാവും. പക്ഷെ അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ലൂസ് പൗഡർ വെച്ചിട്ട് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യമൊക്കെ കോമ്പാക്റ്റും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കാറ്. ഇപ്പോൾ അങ്ങനെയല്ല. എനിക്കതിനേക്കാളും കൂടുതൽ നന്നായിട്ട് തോന്നിയത് ലോസ് പൗഡറാണ്. ഇനി നമുക്ക്
ഇനി അടുത്തതായിട്ട് നമുക്ക് ബ്ലഷ് അപ്ലൈ ചെയ്യണം. എൻ്റെ കൈമേൽ ഇപ്പോൾ ബ്ലഷും കാര്യങ്ങളും ഒന്നുമില്ല. ഇപ്പോൾ അങ്ങനെ അധികമായിട്ട് മേക്കപ്പും കാര്യങ്ങളൊന്നും ഞാൻ ഉപയോഗിക്കലില്ല എന്ന് വെച്ചാൽ എൻ്റെ കൈമേൽ ഇപ്പോൾ അങ്ങനത്തെ അധികം മേക്കപ്പും കാര്യങ്ങളൊന്നും ഇല്ല. ഉള്ളത് വെച്ച് ടോണം പോലെ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ എല്ലാം ചെയ്യാറ്. ഇനി ഒരു ബ്ലഷ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ബ്ലഷും കാര്യങ്ങളില്ലാത്തതുകൊണ്ട് ഞാൻ ലിപ്സ്റ്റിക്ക് വെച്ചിട്ടാണ് എൻ്റെ ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം തന്നെ ഞാൻ 2 ചീക്കിലും നോസിലും പിന്നെ താടിയിലുമാണ് ബ്ലഷ് ആക്കി അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ആദ്യം ഒരു ലവ് ഇട്ട് കൊടുത്ത്, പക്ഷേ കവിളത്തുള്ള ലവൊക്കെ ഏകദേശം നല്ലപോലെ ആയിട്ടുണ്ട്. പക്ഷേ മൂക്കിൽ ഇത്തിരി വലുതായോ എന്നൊരു സംശയം. അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ ബ്ലെൻഡ് ആകുന്നില്ല, അധികമായതുപോലെ എനിക്ക് തോന്നുന്നു. ഞാൻ അങ്ങനെ മൂക്കിൽ അപ്ലൈ ചെയ്യാറില്ല. മൂക്കിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്മൾ നല്ലപോലെ പൊട്ടിയിട്ടതുപോലെ മറ്റുള്ളവർക്ക് തോന്നുക. അതുകൊണ്ട് നമ്മൾ മാക്സിമം ലൈറ്റാക്കിയിട്ട് ബ്ലഷൊക്കെ അപ്ലൈ ചെയ്യും. പക്ഷേ ഒട്ടുമിക്ക ആൾക്കാർക്കും ബ്ലഷ് കൂടുതൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഇഷ്ടം. പക്ഷേ എനിക്ക് ആദ്യമൊക്കെ അങ്ങനെ ഞാൻ നല്ലപോലെ അപ്ലൈ ചെയ്ത് പോകാറുണ്ട്. ഇപ്പോൾ അങ്ങനെ വലിയ ഇഷ്ടവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ കൈനെ കൊണ്ട് ബ്ലെൻഡ് ആവാത്തത് കൊണ്ട് സ്പോഞ്ച് വെച്ചിട്ട് എല്ലാം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏകദേശം എല്ലാം ഒന്ന് സെറ്റായിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്തതായിട്ട് ഒരു ഐ ഷാഡോ ആണ് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഐ ഷാഡോ ഞാൻ അങ്ങനെ കാര്യമായിട്ട് അപ്ലൈ ചെയ്യലൊന്നുമില്ല. പിന്നെ എൻ്റെ ഡ്രസ്സിൻ്റെ കളർ എന്ന് വെച്ചാൽ പർപ്പിൾ കളറാണ്. ആ ഒരു മാച്ച് അനുസരിച്ച് ഞാൻ ഐ ഷാഡോ പാലറ്റിൽ തപ്പില്ല. പക്ഷേ അങ്ങനത്തെ ഒരു കളറേ എൻ്റെ പാലറ്റിലില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് ഏതൊരു ഡ്രസ്സിന് മാച്ച് ആകുന്നത് ഒരു ന്യൂഡ് കളറായിരിക്കും. അപ്പോൾ നമുക്ക് ന്യൂഡ് കളർ വെച്ചിട്ട് ഈ ഒരു ലുക്ക് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ 2 കണ്ണിലും ഒരു ന്യൂഡ് കളർ ഐ ഷാഡോ അപ്ലൈ ചെയ്യുന്നുണ്ട്. എനിക്കെന്താണെന്നറിയില്ല, ഞാൻ സാധാരണ സംസാരിക്കുമ്പോഴും പിന്നെ ഈ വീഡിയോയിൽ വോയിസ് കൊടുക്കുമ്പോഴും രണ്ട് സൗണ്ടാണ്. എന്നോട് കുറേ പേര് എന്നല്ല, എന്നെ അറിയാവുന്ന പേര് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, നീ നേരിട്ട് സംസാരിക്കുന്നത് പോലെയല്ല നിൻ്റെ യൂട്യൂബിലും കാര്യങ്ങളിലും. ഞാൻ ഓൺ വോയിസ് കൊടുത്തിട്ട് ആ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ വേഗം അങ്ങനെ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യും. പിന്നെ വോയിസ് ഓവർ കൊടുത്താലും ഓൺ വോയിസ് കൊടുത്താലും ഞാൻ ആ അപ്ലോഡ് ചെയ്ത വീഡിയോ പിന്നെ ഞാൻ കാണാറേ ഇല്ല. എല്ലാവരും പറയുന്നത് കേട്ടിട്ട് ഒരു ദിവസം ഞാൻ കേട്ടപ്പോഴും എനിക്കും അങ്ങനത്തെ ഒരു ഫീല് തോന്നി. എനിക്കങ്ങനെ വോയിസ് എടുക്കുന്നത് അത്ര വലിയ ഇഷ്ടവും കാര്യങ്ങളൊന്നുമില്ല. വാട്സപ്പിലായാലും ഞാൻ അങ്ങനെ വോയിസും കാര്യങ്ങളൊന്നും കൊടുക്കാറില്ല. ഞാൻ മാക്സിമം ടൈപ്പ് ചെയ്തിട്ടാണ് റിപ്ലൈ കൊടുക്കാറ്. ഇപ്പോൾ ഫ്രണ്ട്സ് ആയാലും നമ്മൾ അധികം വോയിസ് കൊടുത്തിട്ടല്ല സംസാരിക്കാറ്. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ മാക്സിമം വോയിസ് ഓവർ ഒഴിവാക്കലാണ് പതിവ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഐലൈനർ അപ്ലൈ ചെയ്യാം. ഞാൻ ഇപ്പോൾ ഐലൈനറും കാര്യങ്ങളും അപ്ലൈ ചെയ്യാറേ ഇല്ല. ഇപ്പോൾ വീട്ടിൻ്റെ പുറത്തൊക്കെ എപ്പോഴെങ്കിലല്ലേ പോകാറുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഐലൈനറൊക്കെ എഴുതിയ കാലം തന്നെ മറന്നുപോയി എന്ന് പറയാം. ഞാൻ പണ്ടൊക്കെയാണെന്ന് വെച്ചാൽ നല്ലപോലെ മേലും താഴെയും കട്ടിക്ക് അപ്ലൈ ചെയ്തിട്ടാണ് സ്കൂളിലും കോളേജിലൊക്കെ പോകാറ്. പിന്നെ മോനെ പ്രസവിച്ചതിന് ശേഷം കണ്ണെഴുതിയാലായി, ഇല്ലെങ്കിൽ ഇല്ല ഒരു രീതിയിലായി. പിന്നെ കുറേ നാളായി കണ്ണെഴുതിയിട്ട്, അതുകൊണ്ട് ഐലൈനർ ഇട്ടപ്പോഴേക്കും കണ്ണിന്ന് വെള്ളം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ മൊത്തത്തിൽ അപ്ലൈ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ഈ ഒരു ലുക്ക് അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ മൊത്തത്തിൽ വരക്കാൻ നിന്നാൽ എന്തായാലും കൊള്ളാമെന്ന് എനിക്കറിയാം. എനിക്ക് വലത്തെ കണ്ണ് ഞാൻ എങ്ങനെയെങ്കിലും 1-2 പ്രാവശ്യം അഡ്ജസ്റ്റ് ചെയ്തിട്ടാക്കും. ഇടത്തെ കണ്ണിന് എങ്ങനെ നോക്കിയാലും ആവില്ല. ആ ഒരു പ്രശ്നമുണ്ട് എനിക്ക്. കാര്യമായിട്ടുള്ള കണ്ണെഴുത്തും കാര്യങ്ങളൊന്നുമില്ല. ഞാനൊരു വാലിട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ഇന്നർ കോർണറിൽ ഒരു കോണാക്കി കൊടുക്കുന്നുണ്ട്. അത്രമാത്രമേ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഞാൻ മറ്റുള്ളവർക്ക് നല്ലപോലെ പണ്ടൊക്കെ ആണെങ്കിൽ ഇത്താത്തൻ്റെ മോക്കും അവരൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഞാനാണ് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാറ്. ഇപ്പോൾ കുറേയായി ചെയ്തിട്ട് എനിക്കിങ്ങനെ മേക്കപ്പ് ബാക്കിയുള്ളവർക്ക് ഇട്ട് കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സമയമുണ്ടെങ്കിൽ നല്ലപോലെ ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ പിന്നെ തിരക്കാക്കിയിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്ന പോലെ മൊത്തത്തിൽ കൂട്ടി വാരിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാനാണ് പതിവ്. അപ്പോൾ ഒരുവിധം ഞാൻ എങ്ങനെയൊക്കെയോ കണ്ണെഴുതി എടുക്കുന്നുണ്ട്. അപ്പോൾ കാര്യമായിട്ടുള്ള കണ്ണെഴുത്തും കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇങ്ങനെ അപ്ലൈ ചെയ്താൽ തന്നെ ഒരുവിധം എല്ലാം സെറ്റാണ്. ഇനി നമുക്ക് ലിപ്സ്റ്റിക്കാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഈ ഒരു ലിപ്സ്റ്റിക്ക് എന്ന് വെച്ചാൽ ഏകദേശം എൻ്റെ മേക്കപ്പും കാര്യങ്ങളും മൊത്തത്തിൽ കാലിയാകുന്നുണ്ട്. ഈ ലിപ്സ്റ്റിക്ക് കാര്യങ്ങൾ ഏകദേശം തീരാനായിട്ടുണ്ട് എന്നല്ല, എല്ലാം ഒരുവിധം കാലിയായിട്ടുണ്ട്. ലിപ്സ്റ്റിക്ക് എന്നല്ല ഒട്ടുമിക്ക സാധനങ്ങളും എൻ്റെ കാലിയായിട്ടുണ്ട്. ഇനി എപ്പോൾ വാങ്ങാമെന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ കടയിൽ നിന്നൊരു ലിപ്പ് ലൈനർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. 20-30 അതിൻ്റെ റേറ്റും കാര്യങ്ങളും. എനിക്ക് എൻ്റെ ഷെയ്ഡിലുള്ള ലിപ്പ് ലൈനറും അവിടുന്ന് അവർ ചുണ്ടിൽ അപ്ലൈ ചെയ്തിട്ട് വാങ്ങാൻ സമ്മതിക്കില്ല. നമ്മൾ കൈക്ക് അപ്ലൈ ചെയ്തിട്ട് വേണം ഇങ്ങനത്തെ ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെയെന്ന് വെച്ചാൽ ഒരു ഷോക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇത് കാണിക്കുന്നത്. ഇത് എൻ്റെ ലിപ്പിൽ ഇട്ടിട്ട് പോലും കാണുന്നതില്ല. പിന്നെ ഏകദേശം എൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ തീർന്നിട്ടുണ്ട്. എല്ലാം ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രസ്സിലേക്ക് കിടക്കാം. ഞാനൊരു പർപ്പിൾ കളർ ഷറാറ ഔട്ട്ഫിറ്റാണ് ഇവിടെ ഇടാൻ
ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര ഒച്ചപ്പാടും കാര്യങ്ങളാണ്. അന്നത്തെ ദിവസം ആർക്കും സ്കൂളുണ്ടായിട്ടില്ല, അപ്പോൾ അതിൻ്റെ കോലാഹലങ്ങൾ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട്, അതാണ് ഞാൻ പറയുന്നത്. ഇനി നമുക്ക് ഔട്ട്ഫിറ്റിലേക്ക് കിടക്കാം. ഇതൊരു ഷറാറ ടൈപ്പാണ്. ഞാനിത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിലൊരു ഫംഗ്ഷന്, കല്യാണത്തിൻ്റെ ഫംഗ്ഷന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളൊരു ഡ്രസ്സായിരുന്നു. അതിലിട്ടിട്ട് പിന്നെ ഞാൻ ഇട്ടിട്ടേയില്ല. നല്ല വർക്കും കാര്യങ്ങളുള്ള ഒരു ഡ്രസ്സാണ്. അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഔട്ട്ഫിറ്റാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ നമുക്ക് ഇനി അത് ഇട്ടിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഔട്ട്ഫിറ്റൊക്കെ ഇട്ടിട്ട് എല്ലാം സെറ്റായിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഡ്രസ്സിന് മാച്ചായിട്ട് സ്കാർഫ് സ്റ്റൈൽ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഒരു നെറ്റിക്കുറി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഈ ഒരു ലുക്കിൽ തന്നെയാണ് ഞാൻ അന്ന് കല്യാണത്തിന് ഒരുങ്ങിയിരുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ നെറ്റിക്കുറിയും ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ നമ്മൾ നെറ്റിക്കുറി വെച്ചിട്ട് സ്കാർഫ് ചെയ്യുമ്പോൾ ഫോൾഡ് ചെയ്യാണ്ട് സ്കാർഫ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടിയും ബെറ്റർ എന്ന് എനിക്ക് തോന്നി. ഞാൻ ഈ ഒരു സ്കാർഫ് 3ാമത്തെ ചുറ്റിലാണ് ഇത് ശരിയായത്. പിന്നെ അവിടെ ഒരു പിന്ന് കുത്തി കൊടുക്കുന്നുണ്ട്, പിന്നെ ഒന്നും കൂടി ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അത്രമാത്രം. അപ്പോൾ അവിടെയും ഒരു പിന്ന് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ കല്യാണത്തിന് പോകുന്ന സമയമൊക്കെ തലയിലൊക്കെ ഒരുപാട് പിന്ന് കുത്തി പോകുന്നതായിരിക്കും നല്ലത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോഴത്തേക്ക് അഴിഞ്ഞ് വീണാൽ പിന്നെ അതൊരു പണിയായിരിക്കും. അപ്പോൾ ഞാൻ സ്കാർഫൊക്കെ കൊത്തി മൊത്തത്തിലൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലുക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഔട്ട്ഫിറ്റിൻ്റെ മൊത്തത്തിലുള്ള ലുക്കും കാര്യങ്ങളും ഞാൻ വീഡിയോൻ്റെ ഏറ്റവും ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഉള്ളൊന്നും അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ ബാക്കി എടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ലുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അടിച്ചമർത്തുക. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഞാൻ കുറച്ച് റീൽസിൻ്റെ ക്ലിപ്സും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഷോർട്സ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വെറൈറ്റി വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ടാറ്റ ബൈ ബൈ.